ദൈവനാമത്തിന് മഹത്വം. ഇന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും തയ്യാറാക്കിയിട്ടുള്ള ചില വ്യത്യസ്തമായ ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾ ദൈവവചന പഠനത്തിന് നിങ്ങൾക്ക് പ്രയോജനകരമാകുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. നമുക്ക് വേണ്ടി ഈ ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത് ബ്രദർ ജോസഫ് തോമസ്. നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്: യാക്കോബിൻ്റെ 4ാമത്തെ പുത്രനാണ് ഞാൻ. എൻ്റെ 5 പുത്രന്മാരിൽ 2 പേർ കനാനിൽ വെച്ച് മരിച്ചുപോയി. ഞാൻ ആരാണ്? മരിച്ചുപോയ പുത്രന്മാർ ആരെല്ലാമാണ്? ഉത്തരം: ഞാൻ യഹൂദ. ഉൽപ്പത്തി 35:23. പുത്രന്മാർ ഏർ, ഓനാൻ. ഉൽപ്പത്തി 48:12. അടുത്ത ചോദ്യം: ഉൽപ്പത്തി പുസ്തകത്തിൽ ആകെ എത്ര വാക്യങ്ങളാണ് ഉള്ളത്? ഉത്തരം: 1533 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: ഗോശേനിലേക്ക് യാത്രയായ യോസഫിന് വഴികാട്ടിയായി തീർന്നത് ആരായിരുന്നു? ഉത്തരം: സഹോദരനായ യഹൂദ. ഉൽപ്പത്തി പുസ്തകം 48:28. അടുത്ത ചോദ്യം: ഉൽപ്പത്തി പുസ്തകത്തിൽ ആരുടെ വംശമാണ് ആദ്യമായി ഭാഷ, ജാതി, കുലം എന്നിങ്ങനെ പിരിഞ്ഞതായി രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം: യാഫെത്തിൻ്റെ വംശം. ഉൽപ്പത്തി പുസ്തകം 10:2-5 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: ഭൂമിയിലെ തങ്ങളുടെ വഴി വഷളാക്കിയത് ആരൊക്കെയായിരുന്നു? ഉത്തരം: സകല ജഡവും. ഉൽപ്പത്തി പുസ്തകം 6:12. അടുത്ത ചോദ്യം: ആർക്കാണ് ആദ്യമായി സ്തംഭനം ബാധിച്ചത്? ഉത്തരം: യാക്കോബിന്. ഉൽപ്പത്തി പുസ്തകം 45:26. അടുത്ത ചോദ്യം: തൻ്റെ അവിശ്വാസം മൂലം സ്തംഭിച്ചുപോയ വ്യക്തി ആരാണ്? ഉത്തരം: യാക്കോബ്. ഉൽപ്പത്തി പുസ്തകം 45:26. അടുത്ത ചോദ്യം: മകന്റെ വാക്കുകൾക്ക് മുൻപിൽ ഭ്രമിച്ചുപോയ പിതാവ് ആരാണ്? ഉത്തരം: ഇസഹാക്ക്. ഉൽപ്പത്തി പുസ്തകം 27:33. അടുത്ത ചോദ്യം: ഭ്രമിച്ച് പരവശനായ വ്യക്തി ആരാണ്? ഉത്തരം: യാക്കോബ്. ഉൽപ്പത്തി 32:7. അടുത്ത ചോദ്യം: യോസഫിൻ്റെ സഹോദരന്മാർ ആരുടെ മുൻപിലാണ് ഭ്രമിച്ചു പോയത്? ഉത്തരം: യോസഫിൻ്റെ. ഉൽപ്പത്തി പുസ്തകം 46:3. അടുത്ത ചോദ്യം: കർത്താവെ കോപിക്കരുതേ എന്ന് അബ്രഹാം യഹോവയായ ദൈവത്തോട് എത്ര പ്രാവശ്യം പറഞ്ഞു? ഉത്തരം: 2 പ്രാവശ്യം. ഉൽപ്പത്തി 18:30-32. അടുത്ത ചോദ്യം: സോവർ വിട്ടുപോയ ലോത്തും പുത്രിമാരും എവിടെ പാർക്കുവാനാണ് ഭയപ്പെട്ടത്? ഉത്തരം: സോവരിൽ. ഉൽപ്പത്തി 19:30. അടുത്ത ചോദ്യം: ഏതു സ്ഥലത്തെപ്പറ്റിയാണ് ഈ സ്ഥലത്ത് ദൈവഭയമില്ല എന്ന് അബ്രഹാം നിരൂപിച്ചത്? ഉത്തരം: ഗെരാറിനെ പറ്റി. ഉൽപ്പത്തി 20:1-11 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് യോസഫ് എത്ര പ്രാവശ്യം തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു? ഉത്തരം: 2 പ്രാവശ്യം. ഉൽപ്പത്തി 50:19-21. അടുത്ത ചോദ്യം: ഉൽപ്പത്തി പുസ്തകത്തിൽ ചുംബിച്ച് പൊട്ടിക്കരഞ്ഞത് ആരാണ്?
ഉത്തരം യാക്കോബ് റാഹേലിനെ. ഉൽപ്പത്തി 29:11. അടുത്ത ചോദ്യം, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ ചുംബിച്ച ശേഷം തൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. ആരെയാണ്? ഉത്തരം ലാബാൻ യാക്കോബിനെ. ഉൽപ്പത്തി 29:13. അടുത്ത ചോദ്യം, ചുംബിച്ചതിന് ശേഷം കെട്ടിപ്പിടിച്ച് കരഞ്ഞത് ആരാണ്? ഉത്തരം യോസഫ് സഹോദരന്മാരെ. ഉൽപ്പത്തി 45:15. അടുത്ത ചോദ്യം, ചുംബിച്ചതിന് ശേഷം ആലിംഗനം ചെയ്തത് ആരെയാണ് ആലിംഗനം ചെയ്തത്? ഉത്തരം യാക്കോബ് എന്ന ഇസ്രയേൽ യോസഫിൻ്റെ പുത്രന്മാരെ. ഉൽപ്പത്തി 48:9-10 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, ഉൽപ്പത്തി പുസ്തകത്തിൽ യോസെഫിനെ ഇത്യാദി പദങ്ങൾ എത്ര പ്രാവശ്യം കാണുന്നു? ഉത്തരം 150 പ്രാവശ്യം. അടുത്ത ചോദ്യം, താമാർ ഏത് പട്ടണ ഗോപുരത്തിലാണ് മൂടുപടം പുതച്ച് ഇരുന്നത്? ഉത്തരം എനയിം. ഉൽപ്പത്തി 38:14. അടുത്ത ചോദ്യം, യോസഫ് കണ്ട സ്വപ്നത്തിൽ ആരാണ് വയലിൽ കറ്റ കെട്ടിക്കൊണ്ടിരുന്നത്? ഉത്തരം യോസഫും സഹോദരന്മാരും. ഉൽപ്പത്തി 37:5-7 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, നിങ്ങളുടെ ദ്രവ്യം എനിക്ക് കിട്ടി, ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം യോസഫിൻ്റെ ഗ്രഹവിചാരകന്റെ. ഉൽപ്പത്തി 43:19-23. അടുത്ത ചോദ്യം, ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യമായി ആജ്ഞ പുറപ്പെടുവിച്ചത് ആരോടാണ് ആജ്ഞ പുറപ്പെടുവിച്ചത്? ഉത്തരം ഇസ്ഹാക്ക് യാക്കോബിനോട്. ഉൽപ്പത്തി 28:1. അടുത്ത ചോദ്യം, ഉൽപ്പത്തി പുസ്തകത്തിൽ ആരൊക്കെയാണ് ആജ്ഞാപിച്ച് പറഞ്ഞത്? ഉത്തരം ഇസ്ഹാക്ക് യാക്കോബിനോട്. ഉൽപ്പത്തി 28:1. യാക്കോബ് തൻ്റെ പുത്രന്മാരോട്. ഉൽപ്പത്തി 49:29-33 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, ഉൽപ്പത്തി പുസ്തകത്തിൽ അതിദുഃഖിതനായി ഉറക്കെ നിലവിളിച്ച ആദ്യ വ്യക്തി ആരാണ്? ഉത്തരം ഏശാവ്. ഉൽപ്പത്തി 27:34. അടുത്ത ചോദ്യം, യാക്കോബ് മിസ്രയീമിൽ യോസഫിൻ്റെ അടുക്കൽ വരുമ്പോൾ എത്ര വയസ്സുള്ളവനായിരുന്നു? ഉത്തരം 130. ഉൽപ്പത്തി 47:9-28 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, മിസ്രയീം ദേശത്തും കനാൻ ദേശത്തും എന്തില്ലാതെയായപ്പോഴാണ് മിസ്രയീമ്യർ യോസഫിൻ്റെ അടുക്കൽ ചെന്നത്? ഉത്തരം പണം. ഉൽപ്പത്തി പുസ്തകം 47:14. അടുത്ത ചോദ്യം, സൂര്യൻ അസ്തമിക്കുമ്പോൾ ആരുടെ മേലാണ് ഭീതിയും അന്ധതമസും വന്നത്? ഉത്തരം അബ്രഹാമിൻ്റെ. ഉൽപ്പത്തി 15:12. അടുത്ത ചോദ്യം, എപ്പോഴാണ് പുകയുന്ന തീച്ചൂള ദൃശ്യമായത്? ഉത്തരം സൂര്യൻ അസ്തമിച്ച് ഇരുട്ടായ ശേഷം. ഉൽപ്പത്തി 15:17. അടുത്ത ചോദ്യം, പാനപാത്രവാഹകരുടെ പ്രമാണിയും അപ്പക്കാരുടെ പ്രമാണിയും എത്ര കാലം തടവിൽ കിടന്നു?
ഉത്തരം കുറേ കാലം. ഉൽപ്പത്തി 40:5. ഇത്രയും നേരം വീഡിയോ കണ്ട് വചനം പഠിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുവാനും മറക്കരുത്.